കേക്ക് വളരെ കേക്ക് ഒരാ വീട്ടുകാരെ ചെയ്യട്ടെ പ്ലീസ്. ഒന്ന് ചെയ്യുന്നത് മാറി നോക്കും, വീട്ടുകാരത് ചെയ്യട്ടെ ഒന്ന് ഫ്രീ ആയിട്ട് പ്ലീസ്. ഈ മീഡിയാസ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയില്ല. ഈ സെലിബ്രിറ്റീസിന് അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം അതൊന്നും കൊടുക്കില്ല. ഇവര് എപ്പോഴും ഇങ്ങനെ തന്നെയാ. ശരിയാണ്, ഇവർ വഴിയാണ് ഈ നമ്മളിലോട്ടൊക്കെ ഈ അതായത് അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എത്തുന്നത് ഇവർ വഴി തന്നെയാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഇവർ കൊടുക്കണം. അതിനി ഇവരെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത് മനസ്സിലാവുന്നില്ല. ഈ സലീംകുമാറിന്റെ മകൻ ചന്തു ഇന്ന് ഇത്രമാത്രം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ അതേപോലെ വിഷമിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ട്. ആ സലീംകുമാർ മരിച്ച ആ നിമിഷം മുതൽ ഈ മീഡിയാസിനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് ഈ ചെറുക്കന് ഇത്രയും അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. എന്തായാലും വളരെ മോശം. ശരിയാണ്, നിങ്ങൾ വഴിയാണ് ജനങ്ങളിലോട്ട് എല്ലാ കാര്യങ്ങളും എത്തുന്നത്, അതൊക്കെ സത്യം തന്നെ. പക്ഷെ ഒരു മരണ വീട്ടില്, അതായത് ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, അവിടെ മരണം എല്ലായിടത്തും ഒരേപോലെ തന്നെ, എല്ലാവർക്കും ഒരേ ഫീലിങ്സാ. ആ മരണത്തിന് കുറച്ച് മാന്യത നമ്മൾ നൽകണം. അവരെത്ര വലിയ ആൾക്കാരാണെങ്കിലും അവരുടെ കുടുംബക്കാർക്ക് അവരുടേതായ ഒരു പ്രൈവസി ആയിട്ടുള്ളൊരു ടൈം ഉണ്ടാവും. ആ ടൈം നിങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യണം. എല്ലായിടത്തും ഈ മയക്കും കുത്തിപ്പിടിച്ചോണ്ട് പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അവരുടെ അച്ഛന്റെ കൂടെയുള്ള അവസാന നിമിഷമാണ് അവിടെ. ആ നിമിഷത്തിനെ പോലും നിങ്ങൾ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അവര് പൊട്ടിത്തെറിക്കാതിരിക്കുവോ? എന്തായാലും നമുക്കത് കണ്ടു നോക്കാം. ആ ചെറുക്കൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പൊറുതി മുട്ടിട്ടാണ് ഇവന്മാരോടൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നത്. കാരണം ഓൾറെഡി അവർ എല്ലാം കൈവിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കണേ. ആ സമയത്ത് ഇവന്മാരുടെയൊക്കെ ഈ ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട് ഈ മൈക്കും കൊണ്ട് ഇങ്ങനെ കുത്തിക്കേറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതവർ നേരത്തെ പ്രതികരിക്കേണ്ട. ഈ സെലിബ്രിറ്റീസിനും അവരുടേതായ ഒരു എന്താ പറയണ ഒരു പ്രൈവസി ഉണ്ട്. എല്ലാവരും പ്രൈവസിയോട്ട് ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞ എങ്ങനെ ശരിയാവണത്? മുക്കിനും മൂലയ്ക്കും ക്യാമറ കൊണ്ട് അവർക്ക് ശ്വാസം മുട്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, അച്ഛനാണ് ആ കിടക്കുന്നത്. ആ അച്ഛനെ ഇനി കാണാൻ പറ്റില്ല. അവരുടെ ഒരു വലിയൊരു തണലായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇനി അടുത്ത നിമിഷം മുതൽ അവരുടെ കൂടെ ഇല്ല. ആ ഒരു ഇതൊക്കെ ആ ഫീലിങ്സ് ഒക്കെ അവരൊന്ന് ഉൾക്കൊണ്ട് വരണേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടക്കാണ് ഇവർ ഇതുപോലെയുള്ള ഓരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ഒരു കോമൺ സെൻസ് ഇല്ലേ? നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ഫീലിങ്സ് എന്താന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? അങ്ങനെ പറ്റുന്നില്ലേ? നിങ്ങൾ ഈ പണി നിർത്തി പോകാൻ നോക്ക്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം. അറിയില്ലേ, അധികമായാൽ അമൃതവും വിഷമാണ്. എന്ത് സാധനമാണെങ്കിലും അധികമായി കഴിഞ്ഞാൽ അതും വിഷം തന്നെ. അത് ഇനി നിങ്ങൾ എന്നായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഇതിനെതിരെയൊക്കെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ ഇത്ര മീഡിയാസ് അത്രയുള്ള പെർമിഷൻ മതി. ബാക്കിയുള്ളത് അവർക്ക് അവരുടേതായ ഒരു പ്രൈവസിയാണ് വേണ്ടത്. അത്രയും ചാനലുകളുള്ള ചാനലുകൂടി കണ്ടാൽ മതി. ജനങ്ങൾക്ക് കാണുന്നതിനേക്കാളും ഏറ്റവും വലുതല്ലേ ആ ഫാമിലിയുടെ ഒരു പ്രൈവസി എന്ന് പറഞ്ഞാൽ, ആ കുടുംബത്തിന്റെ പ്രൈവസി. എന്തായാലും ജനങ്ങളെക്കാളും ഏറ്റവും അവർക്ക് അടുത്ത റിലേഷൻ പറഞ്ഞത് ആ ഫാമിലി അല്ലേ. ആ ഫാമിലിക്ക് കൊടുക്കേണ്ട ഒരു ടൈമാണ്, അവസാനത്തെ ടൈമാണ് ആ മനുഷ്യനായിട്ടുള്ള. അതുപോലും മര്യാദക്ക് കൊടുക്കാതിരിക്കുന്ന എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം വേദനാജനക ആണ്. ഇവന്മാര് അതായത് ഇത് ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, പണ്ട് മുതൽ ഇതേപോലെയൊക്കെ തന്നെയാണ്. പണ്ട് ഈ സുകുമാരൻ സാർ, അതായത് പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അച്ഛനായ സുകുമാരൻ സാർ മരിച്ചപ്പോഴത്തേക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അന്ന് ആ പൃഥ്വിരാജിന്റെ മുഖത്ത് കാണാം നമുക്ക് എന്തുമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത ശ്രീനി സാർ മരിച്ചപ്പോഴത്തേക്കും ശ്രീനി സാറിന്റെ അവർക്കൊരു പ്രൈവസി കൊടുക്കുന്നില്ല. ഈ മയക്കും കൊണ്ട് ഇങ്ങനെ കുത്തിക്കേറ്റി ചെല്ലുക അങ്ങോട്ട്. അവരുടെ അച്ഛനാണ്, അവരുടെ വീട്ടിലൊരു അംഗമാണ്. ആ അംഗം അവസാനത്തെ ഒരു നിമിഷമാണ് അവരുടെ കൂടെ ഉള്ളത്. ആ നിമിഷം പോലും ഇവരതിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എന്നാ മനുഷ്യത്വം ഉള്ളത്? ഇതിനെതിരെയൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ആക്ഷൻ വേണം. ഇതിനെതിരെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു നടപടി തന്നെ വേണം. ഇത്ര ആൾക്കാർക്ക് അവിടെയൊക്കെ ചെല്ലാൻ പാടുള്ളൂ, വീഡിയോസ് എടുക്കാൻ പാടുള്ളൂ, അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു നിയമം തന്നെ വേണം.
അല്ലാതെ എല്ലാവരും മനുഷ്യരാ, ആ മനുഷ്യരുടെ എല്ലാ ഫീലിങ്സും ഒരേപോലെ തന്നെയാ. അല്ലെങ്കിൽ പണക്കാരെന്ന് പാവപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫീലിങ്സിന് അതിന് കുറവും കൂടുതലൊന്നുമില്ല. എല്ലാവരും മനുഷ്യജന്മം തന്നെയല്ലേ. പിന്നെ സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഓരോ പൊസിഷൻ നൽകുന്നത്. അത് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. അതായത് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ നമ്മുടെ സലീമേട്ടനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് ഒരുത്തൻ അളവന്മാരോട് ചോദിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിന്റെയൊക്കെ വീട്ടില്, അതായത് നിന്റെ അച്ഛനാണ് ഇങ്ങനെ ഒരവസ്ഥയിൽ കിടക്കണമെങ്കിൽ നീ പോയിട്ട് വി.ഡി. സതീശൻ സാറ് വന്നു കഴിഞ്ഞാൽ മാലയിടാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഷാൾ ഇടാൻ വേണ്ടി പോകും അവിടെ നിന്ന് എഴുന്നേറ്റ്. അത്രേ ചോദിക്കുന്നുള്ളൂ. നിനക്ക് നിങ്ങളെ പോലുള്ളവരുടെ പുച്ഛമാണ്, പുച്ഛം. എവിടെ എന്ത് എങ്ങനെ പെരുമാറണമെന്നും കൂടി അറിയത്തില്ല. അവിടെയുള്ള സാഹചര്യം ഏതാണ്, അവിടെ മറ്റേ ഇത് കാണാൻ വേണ്ടിയൊന്നും വന്നതല്ലോ, ആഘോഷ പരിപാടിക്കൊന്നും വന്നതല്ല. സലീമേട്ടന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതല്ലേ, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതല്ലേ. അതിന്റെ ഇടക്കാണ് ഇതുപോലുള്ള ഓരോ മറ്റേടുത്ത പരിപാടികൾ വന്ന് കാണിക്കണത്. കഷ്ടം തന്നെ. ഇത്ര ബുദ്ധിയും വിവരം ഇല്ലാതെ പെരുമാറരുത് ദൈവത്തിനോർത്ത്. വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരും ഇറങ്ങിയിട്ടുണ്ടാവും. ചന്തു ചന്തു മീഡിയാസിനോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു വൻ തണലാണ് ആ കുടുംബത്തിന്, ആ മകനും ആ കുടുംബത്തിനും, ആ മരിച്ചെടുക്കുന്ന അദ്ദേഹം. ആ അദ്ദേഹം ഇനി അങ്ങോട്ടുള്ള അടുത്ത നിമിഷം മുതൽ അവരുടെ കൂടെ ഇല്ല എന്ന ഒരു വലിയൊരു മാനസിക സംഘർഷത്തിലാണ് അവരാ നിൽക്കുന്നത്. ആ ടൈമിലാണ് നിങ്ങളുടെ ഈ പെടപ്പുകേട്, അതായത് അവരുടെ കണ്ണീര് വെച്ച് റീച്ച് ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അവർക്കൊന്ന് കരയാനോ ഒന്ന് ഉറക്കെ കരയാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം എല്ലാം ഒപ്പിയെടുക്കും അങ്ങോട്ട്. പിന്നെ അടുത്ത ദിവസം ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം അവര് കാണുന്ന ഈ കരയുന്നതിന്റെയും ഇതിന്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും. അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകാം. അവരൊന്നും ഫെയിമിൽ ഇല്ലാത്ത അവരൊക്കെ സാധാരണ വീട്ടിലെ കുടുംബവും നോക്കിയൊക്കെ ഇരിക്കുന്ന സ്ത്രീകളും എല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ളവരാ. അവരുടെ ഒരു പ്രൈവസിനെ പോലും നിങ്ങൾ വിറ്റ് കാശാക്കണ എന്തിനാ? ആ കണ്ണീരിനെ പോലും. അതൊക്കെ മോശമല്ലേ? നിങ്ങൾ ഇനി അതൊക്കെ എന്നാ മനസ്സിലാക്കുന്നത്? ഇത്രയും കൊല്ലങ്ങളായല്ലേ നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്, ഇപ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ല. ഇത് ഇന്നൊന്നിനും തുടങ്ങിയ കാര്യമല്ലല്ലോ, വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ. ഇനിയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ നോക്ക്. ഈ ചന്തുവിനെ സംബന്ധിച്ച് ആ ചന്തുവിന്റെ അച്ഛൻ അവസാന യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആ ടൈമിൽ അവര് നെഞ്ച് തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. അത്തരം ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ മകൻ അത്രയും നിയന്ത്രണം വിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ മനുഷ്യൻ ഇന്നലെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോയപ്പോ മുതലേ നിങ്ങൾ ആ കുടുംബത്തിനെ നിങ്ങൾ വിട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒപ്പാൻ വേണ്ടിയിട്ട്, ഈ റീച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറകെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ കൊച്ച് ഇന്ന് നിയന്ത്രണം വിട്ട് നിങ്ങളോടൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഓൾറെഡി ആ ചെറുക്കന്റെ മനസ്സിൽ അത്രയും ദുഃഖം കിടക്കണേ. ആ ദുഃഖം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നാളെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ നേരത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുവോ? വാസ്തവത്തില് ഈ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുന്ന നേരത്ത് അവർക്കൊരു ഫ്രീഡം ഇല്ല. എന്ന് വെച്ചാൽ എപ്പോഴും അവരൊരു പബ്ലിക് ഫിഗർ ആണ്. അവർക്കൊരു സ്വകാര്യതയില്ല. എല്ലാം അങ്ങ് പബ്ലിക്കിലായിട്ട് നിൽക്കുന്ന ആൾക്കാർ. സെലിബ്രിറ്റീസ് ആണെങ്കിലും അവർക്കൊരു കുടുംബാംഗങ്ങളുണ്ട്. അവരൊന്നും സെലിബ്രിറ്റീസ് അല്ല. അവര് ഒരു ആളുടെ വൈഫ് അല്ലെങ്കിൽ മക്കളൊക്കെ ആയിരിക്കും. ഇതിന്റെ ഇടയില് ആ മക്കള് കുടുംബത്തില് ഒരാള് നഷ്ടപ്പെട്ട് നിൽക്കാൻ നേരത്ത് അവിടെ വേണ്ടത് ക്യാമറയല്ല സത്യം പറഞ്ഞാൽ വേണ്ടത്. അവിടെ വേണ്ടത് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം, ഒരു മാനുഷിക പരിഗണനയാണ് ആ കുടുംബത്തിന് വേണ്ടത്. അത് നിങ്ങൾ നൽകാൻ നോക്കുക ആദ്യം തന്നെ. നിങ്ങളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കാൻ നേരത്ത് നമ്മൾ എന്തായിരിക്കും ആലോചിക്കുന്നത്? നമ്മുടെ ഒരാൾ അവിടെ മരിച്ചു കിടക്കാൻ നേരത്ത് അവർക്ക് വേണ്ടത് കുറച്ച് സമാധാനം, കുറച്ച് സ്വകാര്യതയും, അതേപോലെ തന്നെ കുറച്ച് അവരുടെ ബന്ധുക്കാരുടെ സാന്നിധ്യം, അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടത് ഈ ക്യാമറയും അതൊരു ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഈ നീക്കുപോക്കും കാര്യങ്ങളൊന്നുമല്ല. അവരുടെ കണ്ണീരിനൊക്കെ നിങ്ങൾ റീച്ച് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ട് എന്താ കാര്യം? ആ മനുഷ്യനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയല്ലേ. അവർക്കൊരു പ്രൈവസി കൊടുത്തില്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ആ മനുഷ്യന്റെ കൂടെ അവരുടെ ആ അവസാനത്തെ നിമിഷങ്ങളാണ് അവിടെ കടന്നു പോകുന്നത്. പിന്നീട് അവർക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടത്തില്ല. ആ സ്വകാര്യ നിമിഷത്തിലോട്ടാണ് നിങ്ങൾ ഈ മൈക്കും ഈ ക്യാമറയൊക്കെ ആയിട്ട് ഈ കയറി ചെല്ലുന്നത്.
നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അവർക്ക് അവരുടേതായ ഒരു എന്താ പറയണ ഒരു സ്വകാര്യത ലഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് എന്നും ഇതൊക്കെ തന്നെ കാണുന്നത്. ഏത് സെലിബ്രിറ്റീസിന്റെ ഒരു മരണം എടുത്താൽ പോലും ഇതൊക്കെ തന്നെ കാണിക്കുന്നത്. നമ്മൾ ഈ മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ ആദരിക്കത്തില്ലേ, അതേപോലെ തന്നെ ആ മരിച്ചവരുടെ കുടുംബത്തിലുള്ള മനുഷ്യരുടെ ഒരവസ്ഥയും കൂടി നമ്മൾ ബഹുമാനിക്കണം. ആ ടൈമിൽ നമ്മൾ കുറച്ചു നേരമൊക്കെ ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. അങ്ങനെ ഓഫാക്കി വെച്ച് നമ്മളൊരു മനുഷ്യത്വമാണ് സത്യം പറഞ്ഞാൽ കാണിക്കേണ്ടത്. ആ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയണത്. കേക്ക് വെറുതെ കേക്ക് ഒരാ വീട്ടുകാരെ ചെയ്യട്ടെ പ്ലീസ്. ഒന്ന് ചെയ്ത് മാറി വീട്ടുകാരെ അത് ചെയ്യട്ടെ ഒന്ന് ഫ്രീ ആയിട്ട് പ്ലീസ്. വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. വീഡിയോ കണ്ടോ? ഇതിനകത്ത് ആ മുഖ്യമന്ത്രി സതീശൻ സാറ് പോലും ആ ആൾക്കാരോട് പറയണേ മാറി നിൽക്കെന്ന് പറയണേ. അതിന്റെ കാര്യം എന്താ? അതിന്റെ കാര്യം മറ്റൊന്നുമല്ല. കാരണം അത്രയും പൊറുതിമുട്ടി ഈ മീഡിയാസിനെയും അതായത് ഈ മാധ്യമക്കാരെ കൊണ്ട് അത്രയും പൊറുതിമുട്ടിയാണ് ലാസ്റ്റ് പറയുന്നത് മാറി നിൽക്കെന്ന് പറയുന്നതിന്റെ കാര്യം. അത്രയും ജനരോക്ഷമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ആ മകൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ നമുക്ക്. അച്ഛനോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നൊക്കെ ഇത്രയും കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിലല്ല, അതൊക്കെ ആ ചെറുക്കന്റെ ഗതികേട് കൊണ്ടാ. എന്ത് പറയാനാ? നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് നോക്കിക്കുക. അത്രയും സൂം ചെയ്ത് ഇവന്മാരൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം അവിടെ ഈ മാധ്യമപ്രവർത്തകരെ കൊണ്ട് ശല്യം ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഇവര് ഇത്രയും ആ ചെറുക്കനൊക്കെ ആണെങ്കിൽ ഇത്രയും പൊട്ടിത്തെറിക്കുന്നതിന്റെ കാര്യം. അവരുടെ ഒരു മാനസികാവസ്ഥയെ പോലും പരിഗണിക്കാതെ. അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലിബ്രിറ്റീസിനെയൊക്കെ പൊതുദർശനത്തിന് വെക്കുമല്ലോ, അത് കഴിഞ്ഞ് മീഡിയാസിനെ ഒന്നും ഒരാളെയും കൊണ്ട് കയറേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഫാമിലിക്കും അടുത്ത മെമ്പേഴ്സിനും മാത്രം ഉള്ള ഒരു ടൈം ആയിരിക്കണം കൊടുക്കേണ്ടത്. പൊതുദർശനത്തിന് വെച്ചാൽ മതി, അത്രയും ഉള്ള കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും കൊടുക്കേണ്ട ടൈം ഇല്ല. ഈ മാധ്യമപ്രവർത്തകർ അടുത്തേ കയറ്റരുത്, അതാണ് ചെയ്യേണ്ടത്. ഈ ക്യാമറയും പൊക്കി പിടിച്ച് കുറെ എണ്ണങ്ങളങ്ങ് വന്നോളും തൂക്കിയിട്ടുണ്ട്. അവരെ കണ്ണീരൊപ്പി അതിന് വെച്ച് റീച്ച് കൂട്ടാനായിട്ട്. നാണമില്ല നിനക്കൊക്കെ. അത് വാങ്ങിച്ചിട്ട് അരി വാങ്ങിച്ചു തിന്നിട്ട് നിനക്കൊക്കെ എന്നാ കിട്ടാൻ വേണ്ടിയിട്ടാ? ചില ആൾക്കാർ ഇതിന്റെ ഇടയിൽ വന്നിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മോനെ, നീ സലീമിന്റെ മകനല്ലേ, നീ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, അത് നിന്റെ അച്ഛനോടുള്ള ആരാധന മൂത്ത് വരുന്നവരല്ലേ, അങ്ങനെയൊന്നും കാണിക്കല്ലേ. അതുപോലെ തന്നെ അച്ഛന്റെ പേര് കളനുണ്ടായ ഒരു സന്നദ്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ബാഡ് കമന്റ്സ് ഈ ചെറുക്കനെ കുറിച്ച് പറയുന്നുണ്ടെന്നാ. എന്ത് ആൾക്കാരെന്നാ നിങ്ങൾ. ഈ ചില ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നാളെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നേരത്ത് നിങ്ങൾ അന്നേരം ഈ ക്യാമറയും എല്ലാം കൂടി വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവസിയും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അതാണ് ഈ കമന്റ്സ് ഇട്ട് ഈ കമന്റുകളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ മാധ്യമപ്രവർത്തകരുടെ വേറെ തെണ്ടിത്തരങ്ങളും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ദൃശ്യം 3-ലെ എസ്തർ അനിലല്ലേ, അതായത് മോഹൻലാൽ സാറിന്റെ ഇളയ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടി. ആ കുട്ടി സാധാരണ ഒരു ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വേഷമാണ്. അപ്പൊ അതിനകത്ത് ഒരുത്തൻ, അതായത് ഒരുത്തനല്ല, കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ടാവുമല്ലോ, അവര് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണേ. ആ കുട്ടി അപ്പൊ കാറിൽ കയറുന്ന ഒരു രംഗമാണ്. കാറിലോട്ട് കയറുമല്ലോ, കയറാൻ വേണ്ടി നിൽക്കുക. ആ ടൈമിലാണ് ആ ചെറുക്കൻ അങ്ങോട്ട് വന്നിട്ട്, അത് ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് അങ്ങോട്ട് ഹൈറ്റിൽ കൊണ്ടുപോയിട്ടും വെച്ചിരിക്കുക. എന്ത് ക്യാമറ കൊണ്ട് വെച്ചേക്കുക, എന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട്. എന്നിട്ട് അതാകുമ്പോഴത്തേക്കും എന്താ, കൊച്ചിന്റെ ക്ലീവേജ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എക്സ്പോസിങ് ആയിട്ടുള്ള രീതിയിൽ ആ വീഡിയോ അങ്ങ് എടുക്കുക. അതാകുമ്പോഴത്തേനും ഒന്നും കൂടി റീച്ച് കിട്ടുമല്ലോ ആ വീഡിയോസിനാകുമ്പോഴത്തേക്കും. എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ചേട്ടാ കുറച്ച് താഴട്ടെ, ഓക്കെ എന്ന്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവന്മാരൊക്കെ അത് എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണല്ലേ. മാന്യമായ ഒരു വസ്ത്രധാരണത്തിലാണെങ്കിലും ഇവന്മാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എവിടെ കൊണ്ടാണ് ഇവന്മാര് ക്യാമറ അങ്ങ് കുത്തിക്കയറ്റും. ഇതാണ് ഇവന്മാരുടെ ഒരു മെയിൻ പരിപാടി. എനിക്കതിന് അത്ഭുതം തോന്നി. എന്താണെന്നറിയാമോ? കുറെ ആൾക്കാരൊന്ന് കമന്റ്സ് ഇട്ടായിരുന്നു, നിനക്കെന്താടി അവന് കുഴപ്പം, അതിനകത്ത് അവള് കാണിക്കാൻ വേണ്ടി നിന്നിട്ടല്ലേ, അവൾക്ക് അങ്ങനെയാണ്, അതിന്റെ പൊക്കത്തൊരു ഷാൾ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് പല അവന്മാരും അതിനെതിരെ ഒരു കമന്റ്സ് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ തരം മനുഷ്യരാന്ന് ചോദിക്കും. ഒരു കൊച്ചു മാന്യമായിട്ടൊരു വസ്ത്രം ധരിച്ചിട്ടോ അതിന് പോലും ആൾക്കാർ അതിനകത്ത് പോലും ഒരു നെഗറ്റീവ്സ് കണ്ടുപിടിക്കണേ. ആ കുട്ടി വളരെയധികം മാന്യമായിട്ട് അതിനകത്ത് ആ കുട്ടി ഡ്രസ്സ് ധരിച്ച, ഇത് സ്ലീവ്ലെസ് ആണ്, പിന്നെ ഒരു ഇത്രമുള്ളൊരു നെക്ക്. അതിൽ കൂടുതൽ ആ കൊച്ച് അങ്ങനെ ഒരു നേക്കഡായിട്ടുള്ളൊരു വസ്ത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. ഇത് അങ്ങനെയല്ല, മാന്യമായ ഒരു വസ്ത്രം ധരിച്ചിട്ട് പോലും അതിനിടയിൽ ക്യാമറ കയറ്റിയവന്മാരെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കൊണ്ടത് വേറെ കുറെ അവന്മാർക്കാ. ഇതിൽ നമ്മൾ എന്ത് പറയാനാ? സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ കുറച്ച്
ഈ മാധ്യമപ്രവർത്തകരും ഓൺലൈൻ മീഡിയാസിനൊക്കെ കുറച്ചൊക്കെ നിയന്ത്രണം വേണം. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ആക്ടെങ്കിലും വന്നാലേ ശരിയാവുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യൂ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.